നമ്മൾ ജനിച്ചപ്പോൾ മുതൽ അല്ലെങ്കിൽ നമുക്ക് പ്രായപൂർത്തി എത്തിയപ്പോൾ മുതൽ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ച തെറ്റുകളൊക്കെ അറഫ ദിവസം വരുമ്പോൾ നമ്മൾ അള്ളാഹിനോട് പറയുമ്പോഴേക്ക് പടച്ചോ നിങ്ങൾ പുറത്തു തരാൻ നിൽക്കാൻ. ഇത് കണ്ട പിശാചിന് സഹിക്കോ? അവൻ കഷ്ടപ്പെട്ട അവൻ്റെ മുഴുവൻ കഷ്ടപ്പാടും ഒറ്റ നിമിഷം കൊണ്ട് വേസ്റ്റാക്കി കളയാണ് റബ്ബുൽ ആലമീൻ. അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ പാപസുരക്ഷിതരാകും, പിശാചുക്കൾ നിന്ദ്യരാകിപ്പോകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, നബിയെ ഇത് അറഫയിൽ നിൽക്കുന്നവർക്ക് മാത്രമാണോ ഈ ഭാഗ്യമൊക്കെ? അല്ലല്ലല്ല, എല്ലാവർക്കും, എല്ലാ മുഅ്മിനീങ്ങൾക്കും. അള്ളാഹുവിനെ എവിടെ നിന്ന് പ്രതീക്ഷിക്കുന്ന ആളുകളാണോ അറഫാ ദിനത്തിൽ അത് എവിടെ നിന്നായെങ്കിലും അള്ളാഹു റബ്ബുൽ ആലമീൻ ആ മഹത്വം അവർക്ക് കൊടുക്കുമെന്ന് പഠിപ്പിക്കുന്നുണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ ഈ ദിവസത്തിൽ അമ്പിയാക്കൾ മുഴുവനും, ഞാനും വന്നബിയൂന മിൻ ഖബ്ലി, എനിക്ക് മുമ്പുള്ള മുഴുവൻ പ്രവാചകന്മാരും ചൊല്ലിയിരുന്ന മനോഹരമായ ഒരു ദിക്റുണ്ട് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഏതാണത്? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദ ലാ ശരീക ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇതിൻ്റെ ആശയമൊക്കെ നമ്മൾ പറഞ്ഞതല്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹ്, എനിക്ക് അല്ലാഹ് ആരുമില്ല. ആരാധനക്കർഹൻ മാത്രമല്ല, എനിക്ക് റബ്ബായിട്ട് ആരുമില്ല, എനിക്കാരുമില്ല, എനിക്ക് റബ്ബ് മാത്രമേ ഉള്ളൂ അല്ലേ. വഹദ, അവൻ ഏകനാണ്. ലാ ശരീക്കല, അവനൊരു പങ്കുകാരനുമില്ല. ലഹുൽ മുൽക്ക്, സർവാധിപത്യം അവനാണ്. ലഹുൽ ഹംദ്, സ്തുതി മുഴുവൻ അവനാണ്. എനിക്കൊരു സ്തുതിയില്ല, എനിക്കൊരു ഭരണമില്ല, ഒന്നുമില്ല, ഞാൻ അവൻ്റെ വെറും ഒരു അടിമയാണ് അല്ലേ. വഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എല്ലാത്തിനും കഴിയുന്നവനാണ്. സുബ്ഹാനല്ലാഹ്. ഈ പ്രാർത്ഥന അധികരിപ്പിക്കണം എന്ന് പഠിപ്പിക്കുന്നുണ്ട് സയ്യിദുനാ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉത്തരവ് തങ്ങൾ പറയുന്നുണ്ട്, ഇന്ന ഹാദാ യൗമുൻ മൻ മലക ഫീഹി സംഅഹു വബസറഹു വലിസാനഹു വഗഫിറ ലഹു. സുബ്ഹാനല്ലാഹ്. ഈ ദിവസേ ഒരാൾ അവനെന്ത് ചെയ്തു? അവൻ്റെ സംസാരം, നാവ്, നോട്ടം, കേൾവി ഇതൊക്കെ സൂക്ഷിച്ചു. ഹറാമിലേക്ക് ചെവി കൊടുത്തില്ല, ഹറാമിലേക്ക് നോക്കിയില്ല, ഹറാമ് സംസാരിച്ചില്ല. വെറുതെ നോമ്പ് പിടിച്ചിട്ട് കാര്യമുണ്ട്? അതൊന്നുമില്ല. അപ്പോൾ ഹറാമിലേക്ക് നോക്കിയില്ല, ഹറാമ് കേട്ടില്ല, ഹറാമ് കണ്ടില്ല. അങ്ങനെയൊക്കെ ഈ ദിവസത്തെ ശ്രദ്ധിക്കുന്ന മനുഷ്യന്മാരുണ്ടെങ്കിൽ അവർക്ക് അള്ളാഹു അങ്ങ് പുറത്തു കൊടുക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഏറ്റവും അള്ളാഹ് വെറുത്ത ആളുകളുടെ ഒരു അടയാളം എന്താണെന്നറിയോ? വെറുക്കപ്പെട്ടവന്മാരുടെ അടയാളം. അള്ളാഹ് ബഹുമാനിച്ച ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ അവർ തെറ്റ് ചെയ്യുന്നതാണ്. അള്ളാഹ് ബഹുമാനിച്ച ദിവസങ്ങളിൽ നന്മ ചെയ്താൽ ഇരട്ടി പ്രതിഫലമുള്ളതുപോലെ അള്ളാഹ് ബഹുമാനിച്ച, അള്ളാഹ് ആദരിച്ച ദിനരാത്രങ്ങളെ പരിഗണിക്കാതെ തെറ്റ് ചെയ്താൽ ഇരട്ടി അദാബാണ്. ഈമാൻ തെറ്റിപ്പോകാൻ വരെ കാരണമാണ് അതിനോട് അനാദരവ് കാണിച്ചാൽ. അപ്പോൾ വെറുക്കപ്പെട്ട മനുഷ്യരുടെ അടയാളമാണ് അള്ളാഹ് ബഹുമാനിച്ച ഈ അറഫ പോലുള്ള ദിവസങ്ങളിൽ തെറ്റ് ചെയ്യുക എന്നുള്ളത്. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, യഥാർത്ഥത്തിൽ അറഫ എന്ന് പറഞ്ഞാൽ ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയാണ് അല്ലേ. ബാക്കി എന്ത് നമുക്ക് പരിഹരിക്കാനുള്ള വഴികളൊക്കെ